നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടെ LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണ തുടർച്ചയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ LDFനെ തുണയ്ക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായത് പ്രാദേശികമായ ചില തിരിച്ചടികൾ മാത്രമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡമല്ലെന്നും രാഷ്ട്രീയമായ പോരാട്ടത്തിൽ ഇടതുപക്ഷം മുന്നിലെത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. സായ്കുമാർ മുഖപം ചേരുന്നുണ്ട്. സായ്കുമാർ, ഗുഡ് ഈവനിങ്. സായി, 100 പിടിക്കുമെന്ന് UDF പറയുമ്പോൾ 110 പിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ മന്ത്രിമാരോട് പറഞ്ഞത്. ഇന്നത് വാർത്താ സമ്മേളനത്തിൽ പറയുക കൂടി ചെയ്യുന്നു. എന്ത് ആത്മവിശ്വാസത്തിന്റെ പുറത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഉള്ള ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. അത് ഈ 5 വർഷം മാത്രമല്ല, അതിനു മുൻപുള്ള 5 വർഷം, അങ്ങനെ ഈ 10 വർഷക്കാലം കേരളത്തിൽ ജീവിച്ച ആളുകൾക്ക്, ആ വോട്ടർമാർക്ക് ഈ സർക്കാരിനെ അറിയാം. അങ്ങനെ അവർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് LDFന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും എന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പറയുന്നത്. 10 വർഷം മുന്നേയുള്ള കേരളവും ഇപ്പോഴുള്ള കേരളവും അത് താരതമ്യം ചെയ്യുന്ന ആൾക്ക് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാകും. വികസന രംഗത്ത് നടത്തിയിട്ടുള്ള കുതിച്ചുചാട്ടം മനസ്സിലാകും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനുള്ളൊരു അംഗീകാരം കൂടിയായി മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അടുത്ത LDF സർക്കാർ അധികാരത്തിൽ വരും. അതിൽ ഒരാശങ്കയും സർക്കാരിനില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി 110 സീറ്റാണ് ലക്ഷ്യം എന്ന് പറയുകയും അവിടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലും ആ ആത്മവിശ്വാസം അതേപോലെ തന്നെ പ്രകടിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില പ്രാദേശികമായിട്ടുള്ള വീഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പോരാട്ടത്തിൽ ജനങ്ങൾ LDFനോടൊപ്പം തന്നെ നിൽക്കും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ് കേരളത്തിൽ ഉള്ളത്. അതിനൊരു മാറ്റവും ഒരു ഇളക്കവും സംഭവിച്ചിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി പറയുകയാണ്. ഡോക്ടർ സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു സായി. ഗുഡ് നൈറ്റ്.